നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ചതിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ വഞ്ചിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ചീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ആ റെസനേഷൻ കണ്ടിട്ട് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ ഓറക്കിൾ മെസ്സേജിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ കുറച്ച് കാർഡുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പുതുമ എപ്പോഴും നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആണ്. നിങ്ങൾ അതിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഒരു പുതുമയിലേക്കാണ്, പുതിയ എക്സ്പീരിയൻസ്, പുതിയ സ്ഥലം, പുതിയ റിലേഷൻഷിപ്പ്, പുതിയ ബന്ധങ്ങൾ, എന്തിലേക്കാണെങ്കിലും പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കുറച്ചൊരു ശ്രദ്ധയോടെ വേണം കയറാനെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ വളരെ ടോക്സിക് ആയ ഒരു അവസ്ഥയിലാണ്, വളരെ നാർസിസിസ്റ്റിക് ആയ ആളുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാം. അപ്പൊ ടോക്സിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സ്പിരിറ്റല്ല, നിങ്ങളുടെ ബോഡിയും സ്പിരിറ്റും നിങ്ങൾ ക്ലെൻസ് ചെയ്യണമെന്ന്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഓക്കെ, ഓം എന്ന യൂണിവേഴ്സൽ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്, ഓം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പൊ ഉള്ള അവസ്ഥ നിങ്ങളുടെ കർമ്മഫലമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ദൈവം മെസ്സേജസ് തരുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നമ്മളുടെ പ്രാർത്ഥന അനുസരിച്ച് നമ്മൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം, അല്ലെ? ഇപ്പൊ നമ്മൾ 10,000 രൂപ ദൈവത്തിനോട് ചോദിച്ചിട്ട് ഇന്ന് പൈസ കിട്ടിയില്ല, അത് നാളെയോ മറ്റന്നാളോ കിട്ടുമായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവം നോക്കുമ്പോ വേറെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പുറത്തു പോകണം, മഴ പെയ്യാൻ പാടില്ല, നിങ്ങൾ പുറത്തു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു അപകട സാധ്യത കാണിക്കുന്നുണ്ട്. ദൈവം അത് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറ്റുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളുടെ പ്രതിസന്ധികൾ വരുന്നത് ദൈവമായിട്ട് മാറ്റി തരുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല. നമ്മൾ ആകെ 10,000 രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കും, ഇല്ലേ? ദൈവത്തിന് കുറെ ചീത്ത പറയുന്നവരും ഉണ്ടാവും, ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പോട്ടെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഇതൊരു കാര്യം നമ്മൾ വിചാരിക്കുന്ന കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ചിലപ്പോൾ അത് കിട്ടാനുള്ള സമയമായിട്ടില്ല. പക്ഷെ വേറെ അതിലും ഇമ്പോർട്ടന്റ് ആയ പല കാര്യങ്ങളും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ആ നിമിഷം നടത്തി തരുന്നുണ്ടെന്നുള്ള ബോധം നമ്മൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അവസാനത്തെ കാർഡ് പറയുന്ന നിങ്ങൾ കുറെ കാര്യങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിംഗ് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങും. അത് നിങ്ങൾ കാണാൻ ഇടവരും എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ജീവിതം അങ്ങനെയാണ്, സന്തോഷവും സങ്കടവും പ്രശ്നങ്ങളും സൊല്യൂഷൻസും എല്ലാം കൂടെ കുഴഞ്ഞ ഒരു പരിപാടിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയോ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ എടുക്കുക. എന്തുകൊണ്ടാണ് ഇവര് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്, വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്? നമുക്ക് നോക്കാം ഇവരുടെ എനർജി എങ്ങനത്തെയാണ്. ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എനർജി അവരുടെ സ്വാർത്ഥമായ സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോ അത് നിങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവര് ആഗ്രഹിക്കുന്നതല്ല അവർക്ക് കിട്ടുന്നെങ്കിൽ അവിടെ സന്തോഷമില്ല. അപ്പൊ പിന്നെ അവര് വേറെ സ്ഥലത്ത് സന്തോഷം അന്വേഷിച്ചു പോകും. എന്ന് വെച്ചാൽ ഇവരുടെ ബേസിക് കാര്യം വളരെ സെൽഫിഷായ സന്തോഷം. എനിക്ക് സന്തോഷം കിട്ടണം, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാണെങ്കിലോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തട്ടിയെടുത്തിട്ടാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല, എനിക്ക് എപ്പോഴും സന്തോഷം വേണം. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് സൂര്യന്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്? അതുപോലെ തന്നെ
ഇവരെ എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന, എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആണെന്ന് ഒരു ചിന്തയും കൂടി ഇവർക്കുണ്ട്. ഇവര് മറ്റുള്ളവരെ കളിയാക്കാൻ വളരെ സമർത്ഥരായ എനർജിയും കൂടിയാണ്. ഇവിടെ 4 of Cups റിവേഴ്സ് ആണ്. പിന്നെ ഉള്ളത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. വളരെ എന്താ പറയാ, ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോ തരം പോലെ സ്വഭാവം മാറ്റുന്ന ഒരു എനർജിയാണിത് കേട്ടോ. എന്നുവെച്ചാൽ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി അപ്പം കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന, ഒട്ടും മറ്റുള്ളവരോട് ആത്മാർത്ഥത ഇല്ലാത്ത ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി ഇവിടെ കാണിക്കുന്നത് കേട്ടോ. സ്വന്തം കാര്യം ചിന്താബാദ്, അത് തന്നെയാണ് ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇവരും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇവിടെ ചിലപ്പോ ഇവരുടെ ഉദ്ദേശം നടക്കാനുള്ള, ഇവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി ആയിരിക്കാം നിങ്ങള്. മനസ്സിലായി? നിങ്ങൾ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ മക്കളോ, ഓക്കെ, ഒരു ടീച്ചറോ ഒരു ജോലിയിൽ സഹായിക്കുന്ന ഒരാളോ ആരും ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു എനർജി. ചാരിയറ്റ് ആണ്, ക്യാൻസർ സോഡിയാക് സൈൻ ആണത്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രഥമാണ്. രഥം തന്നെ പോവില്ല അല്ലെ? അപ്പൊ ഈ രഥത്തിൽ ഇരിക്കുന്ന ആള് ഈ വ്യക്തിയാണെങ്കിൽ, രഥം വലിക്കുന്ന രണ്ടുപേരുണ്ട് ഇവിടെ. ഈ വ്യക്തിയാണത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ രഥം വലിക്കുന്ന ആളുകളായിരിക്കും. ഈ വ്യക്തിയുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കുന്ന, എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് മാറ്റാം. ഈ രണ്ട് കുതിരകളാണെന്ന് വരിക, ഇത് സ്വിങ്സ് ആണ്. കുതിരകളാണെങ്കിൽ തന്നെ നിങ്ങളെ വേണ്ടെങ്കിൽ വേറെ മാറ്റാം. കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയ രണ്ടുപേരെ ഇവിടെ വെക്കാം, നിങ്ങളെ മാറ്റാം. അതാണ് ഈ വ്യക്തിയുടെ കാര്യം പറയുന്നത്. അപ്പോ ഇവിടെ വേൾഡ് കാർഡ് റിവേഴ്സ് വന്നിട്ട് ഇതൊരു ഇപ്പോഴും കണ്ടിന്യൂ, ഇപ്പോഴും ഈ റിലേഷൻഷിപ്പ്, ഇത് എന്ത് തരം ബന്ധമായ, ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല, എന്ത് തരം ബന്ധമായാലും ഇപ്പോഴും ഈ കണക്ഷൻ ഉണ്ട്. ഇപ്പോഴും ഇവര് നിങ്ങളെ ഉപയോഗിച്ചാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് 7 of Wands. പക്ഷെ ഇവര് ഒരിക്കലും ഇവരുടെ മനസ്സിൽ ഇവർക്ക് അറിയാം നിങ്ങളുടെ ഒരു ആവശ്യം ഇവർക്ക് ഉണ്ടെന്ന്. പക്ഷെ അത് നിങ്ങളുടെ മുമ്പില് ഇവര് അംഗീകരിച്ച് തരില്ല. മനസ്സിലായി? അപ്പൊ കുറച്ച് സ്വാർത്ഥതയുള്ള, ഞാൻ എന്റെ ഇതിലാണ് ജീവിക്കുന്നത്, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക അല്ല എന്ന് ഈ വ്യക്തി പറയുമ്പോഴും ഈ വ്യക്തി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജി ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്തോ ഒരു വഴിക്ക് ഇവരുടെ ജീവിതത്തിന് ഇമ്പോർട്ടന്റ് ആണ്, മുമ്പോട്ടുള്ള ജീവിതത്തിന് ഇമ്പോർട്ടന്റ് ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ സോഡിയാക് സൈനും ക്യാൻസറും ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോടുള്ള നിങ്ങൾ ഇപ്പം കുട്ടികളാവാം, ഇത് നിങ്ങളുടെ മക്കളാവാം, അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾ ആവശ്യമാണ്. നിങ്ങളിപ്പം ജോലിയുള്ള, ഇപ്പൊ ഒരാൾക്ക് ഈ വ്യക്തിക്ക് ജോലിയില്ല, നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജോലി ഇവർക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ജോലി എടുത്ത് സാലറി കൊണ്ടുവരിക എന്നുള്ള ഇവർക്ക് അത്യാവശ്യമാണ്. ഇതിപ്പോ നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ആരെയാണോ നിങ്ങൾ നോക്കുന്നത് ആ വ്യക്തിയാണ് ഇവിടെ, ആ വ്യക്തിയാണ് നിങ്ങളെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോ അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളോടുള്ള ഇവർക്കുള്ള ശരിക്കുള്ള ഫീലിങ്സ്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഇവർക്ക് പൈസ കൊടുക്കും തോറും, കൊടുക്കുന്ന അത്രയും കാലം ഇവര് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഇവര് നിങ്ങളോട് സ്നേഹം കാണിക്കും. അപ്പോ സ്വാർത്ഥമായ സ്നേഹമാണ്. എത്രത്തോളം നിങ്ങൾ ഇവരെ സഹായിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ ഇവര് സ്നേഹിക്കും. നിങ്ങളുടെ സഹായം എന്ന് നിൽക്കുന്നോ അതോടുകൂടി ഈ ബന്ധവും തീരുമെന്നാണ് പറയുന്നത്, ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പോ സ്വാർത്ഥതയുള്ള ഒരു ബന്ധമാണിത്, സ്വാർത്ഥതയുള്ള സ്നേഹമാണ്. സ്നേഹമുണ്ട്, സ്നേഹം അഭിനയിക്കുന്നുണ്ട്. ഇവിടെ അമ്മയാവാം, ചേച്ചിയാവാം, ഭാര്യയാവാം, ഗേൾഫ്രണ്ട് ആവാം, ആരോ സ്ത്രീ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ സ്ത്രീ എനർജി ആവണമെന്നില്ല, നമ്മളിവിടെ ജെൻഡർ നോക്കുന്നില്ല, എനർജീസ് ആണ് നോക്കുന്നത്. അപ്പൊ സ്ത്രീയുടെ എനർജി ഉള്ള ഒരു പുരുഷനും ആവാം ഇത്. ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്താണ് വരുന്നത് ഇവിടെ? ഓക്കെ, നിങ്ങളുടെ മുതുകത്ത് ചവിട്ടി ഇവരുടെ കാര്യങ്ങൾ നടക്കണമെന്ന് ചിന്തിക്കുന്നതാണ്. ഈ പൈസ നിങ്ങൾ കൊടുക്കുന്നത് ഇവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ പണിയെടുത്ത് ഇവർക്ക് പൈസ കൊടുക്കുക എന്നത് ഇവരുടെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈ ക്വീൻ ഓഫ് കപ്സ് ഇവിടെ അപ്രൈറ്റ് വന്ന്, അത് തന്നെ റിവേഴ്സ് വന്നിരിക്കുന്നുണ്ടോ? അപ്പൊ ഇവരുടെ സ്നേഹം എന്ന് വെച്ചാൽ 9 of Cups ഇവിടെ കാണിക്കുന്നുണ്ട്. 9 of Cups എന്ന് പറഞ്ഞാൽ ഇവര് നിങ്ങളെ ഉപയോഗിച്ച് നല്ല സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത്.
മനസ്സിലായോ? അത് ഇവരുടെ അവകാശമാണെന്നാണ് ഇവര് പറയുന്നത്. അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ എന്നാണോ ഇവർക്ക് ഈ പൈസ കൊടുക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ സഹായം കൊടുക്കുന്നത് നിർത്തുക, അന്നത്തോടുകൂടി ഈ റിലേഷൻഷിപ്പും അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കപടമാണെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. കാര്യങ്ങൾ നടന്നു പോകണം. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ഇവരെ കുറിച്ചുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും ഒരു സമയമാകുമ്പോൾ എപ്പോഴും എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ പറ്റില്ല. ഒരു സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ഇവരെ ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതോടെ ഇവർക്ക് വളരെ നഷ്ടബോധമാവും. കാരണം ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആവും. അതുവരെ ശരിക്കും മാക്സിമം നിങ്ങൾ ഉപയോഗിക്കും ഇവര്, കേട്ടോ. അത് കഴിയുമ്പോൾ ഇതിനൊരു ബ്രേക്ക് വരും. ആ ഒരു ബ്രേക്ക് ഇവർക്ക് ഭയങ്കര നഷ്ടമാകും. കാരണം ഇത്രയും സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, കേട്ടോ. ചിലപ്പോ വളരെ കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കാം നിങ്ങള്. ഇവര് നിങ്ങളെ കൊണ്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാലറി ഹൈക്ക് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ ഇവര് നിങ്ങൾക്കൊന്നും തരുന്നില്ല. ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇവര് മൊത്തമായിട്ട് എടുക്കാൻ നിങ്ങൾക്കൊന്നും തരുന്നില്ല. മനസ്സിലാണ്ടോ? അപ്പോ അത് ഒരിക്കൽ ഇതിപ്പോ നിങ്ങളുടെ ഗതികേട് കൊണ്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. വേറെ സ്ഥലത്ത് പോകാൻ ഉള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. മനസ്സിലായോ? കുറെ നമ്മൾ ഇത് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നമ്മളുടെ മനസ്സിലൊരു തോന്നിപ്പിക്കൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമുക്ക് വേറൊരു ജോലി ഓഫർ ചെയ്യും. അപ്പൊ നിങ്ങൾ ആ ജോലിയിൽ ബെറ്റർ ജോലിയാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവര് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ വില ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവര് ശരിക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് ഗുണമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവര് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇതിപ്പോ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയും. ഇവർക്ക് നിങ്ങൾ ഒരു വിലയിലും ഇല്ല എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയും. അതുവരെ ഇത് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതിനുള്ള ഒരു സമയം വരണം ഇനി. അപ്പൊ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇവര് നിങ്ങളുടെ വില മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങളെ ഒരു വിലയും ഇല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ ആവാൻ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളെല്ലാം മറന്ന് എല്ലാം മാറ്റി വെച്ചിട്ടാണ്, നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങളുടെ സമയം മാറുമെന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ കേപ്പബിൾ ആയ ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരും. ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം മാറും. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഈ സമയം മാറി നിങ്ങൾ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് ആയിട്ട് മാറും. കാരണം ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണ് നിങ്ങൾ. വേറെ എന്തോ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ സ്റ്റക്ക് ആയിട്ട് ഇവരുടെ കീഴിൽ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ പോകുന്നത്രയും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അവസാനം നിങ്ങൾ കിങ് ഓഫ് ഇതൊരു രാജാവാണ്. വളരെയധികം സ്വത്തും പണവും സ്വാധീനവുമുള്ള ഒരു രാജാവാണ്. ഈ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. അതിന് ഇനിയും സമയം എടുക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വരും, നിങ്ങളുടെ സമയവും മാറും, നിങ്ങൾ ഈ ഒരു നിലയിലേക്ക് ഉയരുമെന്നാണ് പറയുന്നത്, കേട്ടോ. അപ്പൊ ശുഭാപ്തി വിശ്വാസം മനസ്സിൽ വെക്കുക. ഓരോ സമയങ്ങളുണ്ട് നമുക്ക് പോവാൻ. അതുകൊണ്ടാണ് ഇത് ഡിവൈൻ ടൈമിങ്. നിങ്ങളുടെ ഡിവൈൻ ടൈമിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങും, കേട്ടോ. അപ്പൊ പേടിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. എല്ലാം ശരിയാവും, കേട്ടോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. എത്രയോ ആളുകൾ ലോകത്ത് എവിടെയൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ? ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, ലിയോ. ഇത്രയും സോഡിയക് സൈനാണ് ഇവിടെ കണ്ടത്. അപ്പോ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും. ടേക്ക് കെയർ. ബൈ ബൈ.